എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എൻ്റെ ടെറസിലെ ഞാൻ ചെയ്തിരിക്കുന്ന മുന്തിരി കൃഷിയുടെ കുറച്ച് വിശേഷങ്ങളാണ്. ഇതിനു മുന്നേ ഞാൻ മുന്തിരിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. മുന്തിരി നടുന്ന രീതിയും അതിൻ്റെ പരിപാലന രീതിയും ഒക്കെ ഞാൻ നിങ്ങളെ പല വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എന്നാൽ ആ സമയത്ത് പല ആളുകളും നമ്മളോട് വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരിട്ട് കാണുമ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്, മുന്തിരി ഇപ്പോൾ ഉണ്ടോ, അത് ഉണങ്ങിപ്പോയോ, ആദ്യം ഉണ്ടായതൊക്കെ ഉള്ളോ, ഒന്നോ രണ്ടോ കുലകളൊക്കെ ഉള്ളോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് പരിപാലിച്ചാൽ നമുക്ക് ഒരു 30-35 വർഷം നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ മുന്തിരി ചെടി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യത്തെ വർഷം നമുക്ക് വെച്ചപ്പോൾ 1-2 കുലകൾ മാത്രമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. ഈ ഒരു മുന്തിരി ചെടി നമ്മൾ നട്ട് ഒരു 6ാമത്തെ മാസമായപ്പോൾ മുതൽ നമുക്കിതിനകത്ത് കായ്കൾ പിടിച്ചു തുടങ്ങി. എന്നാൽ അത് വളരെ കുറഞ്ഞ 1-2 കുലകൾ മാത്രമായിരുന്നു. പിന്നീട് വരുന്ന വർഷങ്ങളിൽ നമുക്ക് ധാരാളം മുന്തിരി പിടിക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ നമ്മുടെ ടെറസിൽ അത്യാവശ്യം നന്നായിട്ട് പടർന്നു കയറി നമുക്ക് നല്ല മുന്തിരിയൊക്കെ വിളവ് കിട്ടുന്ന ആ ഒരു പരുവത്തിലൊക്കെ ആയിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമുക്കിവിടെ തന്നെ ഒരു 3 ചെറിയ കുലകളാണെങ്കിൽ പോലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ വിളഞ്ഞു കിടക്കുന്നത് കാണുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ കുറച്ച് മുന്തിരിക്കുലകൾ ഇവിടെ പഴുത്ത് കിടപ്പുണ്ട്. പാകമാകാത്തതുണ്ട്, നമുക്ക് പൂവിട്ട് വരുന്നതുണ്ട്, പച്ചയുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മുന്തിരിക്കുലകളാണ് നമ്മുടെ ഇപ്പോൾ ഈ ടെറസിൽ വിളഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ മനോഹരമായ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഒരു മുന്തിരിക്കുലയില് ഈ 2 കുലകൾ അത്യാവശ്യം വിളഞ്ഞു വരികയാണ്. എല്ലാം ഒന്നും പഴുത്തിട്ടില്ല, ഇതിനകത്ത് കുറേശ്ശെയായിട്ട് പഴുത്തിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു നിറമാണ് നമ്മുടെ മുന്തിരിയുടെ എന്ന് പറയുന്നത്. കണ്ടോ, നമുക്ക് വീട്ടുമുറ്റത്ത് ഇതുപോലെയൊക്കെ നമുക്ക് ചെറുതാണെ പോലും നമുക്ക് ഇങ്ങനെ മുന്തിരിക്കുലകൾ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാഴ്ചയാണ്. ഞാൻ ഇത് പലപ്പോഴും നമ്മൾ പല വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ ഓർത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്തും ഇതുപോലെ എനിക്ക് ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയൊക്കെ ഉള്ളൊരു വിളവ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് മാത്രമല്ല, ഇനിയും നമുക്ക് കുലകളുണ്ട്, നമുക്ക് അതുകൂടെയൊക്കെ ഒന്ന് കാണാം. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് വിളഞ്ഞു കിടക്കുന്നതാണ്. ഇതൊക്കെ പഴുത്ത് ഉടനെ തന്നെ നമുക്ക് ഇതെല്ലാം കുലയായിട്ട് കിട്ടും. നമ്മളിതിൻ്റെ ആ ഒരു കായൊക്കെ ആയതിനു ശേഷം നമുക്ക് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴാണ് ഇത് ശരിക്കും പാകമാകുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതെല്ലാം പച്ചയാണ്, പഴുത്തിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇനിയും വലിപ്പമൊക്കെ വെക്കാനുണ്ട്. കണ്ടോ, ഇതിലുമൊക്കെ ഞാൻ ഇങ്ങനെ കവറിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ധാരാളം ഉണ്ട് ഇതുപോലെ പഴുക്കാനായിട്ടൊക്കെ, ഒത്തിരി കുലകൾ നമുക്കുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ പുറ്റു പോലെ ഇരിക്കുകയാണ്. നല്ല മുഴുക്കുന്ന നല്ല വലിപ്പമുള്ള കായ്കളാണ്. ഇനി ഇത് വലിപ്പമൊക്കെ വെക്കാനുണ്ട്. ഇതൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് മഴയുടെയൊക്കെ സമയം ആവുമായിരിക്കും ഇത് പഴുക്കുമ്പോൾ. കണ്ടോ, ഈ ഒരു മുഴുപ്പിലാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ഒറിജിനൽ സൈസ് എന്ന് പറയുന്നത്. ഇത്രയും വലിപ്പം നമുക്ക് ആകും ഈ ഒരു മുന്തിരിയൊക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടോ, ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ പഴുത്ത മുന്തിരികളും പച്ചയും ഇപ്പോഴും ഒക്കെ നിറയെ പൂക്കള് പിടിച്ചും വരുന്നുണ്ട്. നമ്മളെപ്പോഴും ഞാനത് ഫുള്ളായിട്ട് പ്രൂൺ ചെയ്യുകയല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചിലപ്പോൾ ഇത് കണ്ടോ ഇപ്പൊ നമുക്ക് ഈ ഒരു ബ്രാഞ്ചിലൊക്കെ ഇപ്പോഴും പൂത്ത് വരികയാണ്. കണ്ടോ, ഒരറ്റത്തു നിന്ന് നമുക്ക് കായ്കൾ പഴുക്കുകയാണെങ്കിൽ പച്ചയുണ്ട്. ഇതുപോലെ ഇതാണ് നമ്മുടെ മുന്തിരികൾ പൂത്ത് വരുന്ന ഒരവസ്ഥ. ഇതാണ് പൂത്ത് വരുന്നത്. കണ്ടോ, ഓരോരോ കുലകളാണ്. അത് എന്നിട്ട് വിരിഞ്ഞ് അത് കുഞ്ഞു കായാകും. അങ്ങനെയാണ് പിന്നീട് അത് വലിപ്പമുണ്ടായി അത് പിന്നീട് പഴുത്തു വരുന്നത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും വർഷത്തിൽ എപ്പോഴും നമുക്ക് മുന്തിരി ഉണ്ടാവും. ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യാറുള്ളതെന്ന് പറയുന്നത്, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ഒരു മുന്തിരിയുടെ ബ്രാഞ്ച്, അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ശിഖരം കണ്ടോ, ഈ ശിഖരത്തിൻ്റെ നമ്മളിത് ഇവിടം വെച്ച് നുള്ളിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ചെറിയ ബ്രാഞ്ചുകൾ വരും. ആ ബ്രാഞ്ചുകളിൽ മുന്തിരി പൂക്കാൻ തുടങ്ങും.
അപ്പൊ നമ്മൾ എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണ കൊണ്ട് എപ്പോഴും നമ്മുടെ മുന്തിരി പൂക്കുകയും അതിലൊക്കെ കായ്കൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. കണ്ടോ, ഇതുപോലെ ഇതൊക്കെ നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ കുഞ്ഞി കുലകളായിട്ട് പോയി. കാരണം വെച്ചാൽ മഴ ഇടയ്ക്ക് വരുമ്പോഴേക്കും ഇതിനകത്ത് പഴുത്തതൊക്കെ ചീഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി കൂടെ ഉണ്ട്. നമുക്ക് ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലുതായിട്ട് വരുന്ന കുലകളാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളില് കുലകൾ ഇനിയും ഉണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ മൂടി ഇട്ടിരിക്കുന്നതാണ്. വലിപ്പം വെച്ചിട്ടില്ല, വലിപ്പം ആകി വരുന്നതേ ഉള്ളൂ. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ മുകളിലായതുകൊണ്ട് നമുക്ക് കിളികളുടെ ശല്യം നല്ല രീതിയിലുണ്ട്. ഇത് പഴുത്തങ്ങോട്ട് തുടങ്ങുമ്പോൾ കിളികൾ വന്ന് കുത്തി നമുക്ക് ഒരെണ്ണം പോലും കിട്ടാത്ത രീതിയിൽ എല്ലാം ഇവർ കുത്തിക്കൊണ്ട് പോകാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യമൊക്കെ കുറച്ച് അവർക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ തുറന്നൊക്കെ ഇടും. പിന്നീട് നമ്മൾ കുറച്ച് വലിപ്പമുള്ള കുലകളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിടാറുണ്ട്. നമ്മുടെ ഈ ഒരു മുന്തിരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളം എന്ന് പറയുന്നത് നമ്മൾ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും പച്ചച്ചാണകവും എല്ലുപൊടിയും കൂടെ നമ്മളൊരു 3 മുതൽ 5 ദിവസം വരെ നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്ത് പുളിപ്പിക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് എത്ര അളവാണോ വേണ്ടത് അതെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ച് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമോ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നിറച്ച് പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ തുമ്പ് കിള്ളി കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു വളമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ തുമ്പ് കിള്ളി കൊടുത്താലാണ് നമുക്ക് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഞാൻ അത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, ഇതിന്റെ തുമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ പൂ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കണ്ടോ, ഇത് നമുക്കിങ്ങനെ ഒന്ന് പടർന്നു കയറി വരുന്ന ഒരു കമ്പായിരുന്നു. അതിൻ്റെ അറ്റം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. അതിൽ നിന്ന് വന്ന കുഞ്ഞു നാമ്പില് കണ്ടോ പൂക്കാനായിട്ട് തുടങ്ങി. അതിനകത്ത് ഒരു കുല മുന്തിരി വന്നു. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വളം ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ ആ ഒരു പടർന്ന് വരുന്ന ചെറിയ കമ്പുകൾ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ടോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കത്രികയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ എടുക്കുന്ന കത്രികയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുന്തിരി ചെടിക്ക് ഫംഗസ് ഉണ്ടാകും. ഒന്നെങ്കിൽ നമ്മൾ കൈകൊണ്ട് തുമ്പ് കട്ട് ചെയ്ത് കളയുക, അതല്ലെങ്കിൽ ഒരു പൊട്ടാസ്യം നമ്മൾ ഈ നന്നായിട്ട് നമ്മുടെ കത്രിക അതിനെ അണുവിമുക്തമാക്കിയിട്ട് നമ്മുടെ ഈ ഒരു മുന്തിരിച്ചെടിയിലൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് മുന്തിരിച്ചേന കുലകൾ പാകമായിട്ടുണ്ട്. എല്ലാം ഒന്നും പഴുത്തിട്ടില്ല, നമുക്ക് എല്ലാം ഒന്നും ഒരുമിച്ച് പഴുത്തും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിക്കുലകൾ പാകമായിട്ടുണ്ട്, അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് കണ്ടോ, ഇതിൻ്റെ ആ ഒരു വിളഞ്ഞു കിടക്കുന്ന ഒരു മുന്തിരിക്കൊലയാണ്. ഇതിന് 3-4 എണ്ണമൊക്കെ നന്നായിട്ട് പഴുത്ത് കിടക്കുവാണ്. അപ്പം അതിൽ നിന്ന് നമുക്കൊരു വിളഞ്ഞ മുന്തിരി എടുക്കാം. എല്ലാം ഞാൻ എടുക്കുന്നില്ല, കാരണം ബാക്കിയൊക്കെ പച്ചയാണല്ലോ. കണ്ടോ, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ വലിപ്പത്തിൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇത് നല്ല മധുരമുള്ളതാണ്. നമ്മൾ ആദ്യത്തെ തവണയൊക്കെ നമ്മൾ കഴിച്ച സമയത്ത് നല്ല പുളിപ്പായിരുന്നു. ഈ ഒരു നിറം വന്നിട്ട് പോലും ഇതിന് ഭയങ്കര പുളിപ്പായിരുന്നു. എന്നാൽ ഈ തവണ നമുക്ക് നല്ല മധുരമാണ്. ഇത് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കാം. നല്ല മധുരം തന്നെയാണ്, കുരുവൊക്കെ ഉള്ളതാണ്. നമ്മൾ ആദ്യമേ ഇത് നമുക്ക് തന്നപ്പോൾ സീഡ്ലെസ് ആണ്, കുരുവില്ലാത്തതെന്നൊക്കെയാണ് നമുക്ക് പറഞ്ഞത്. പക്ഷെ കുരുവുള്ളതാണ്, നല്ല മധുരമാണ്. നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി കുലകളുണ്ട്, ഇനിയും പഴുക്കാനൊക്കെ ഉണ്ട്, പച്ചയുണ്ട്, നിറച്ച് ഇനിയും പൂവിട്ട് വരുന്നുണ്ട്. പക്ഷെ പൂവിട്ട് വരുന്നതൊക്കെ നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. മഴ ഇതിന് ഒട്ടും പറ്റത്തില്ല. എത്ര വേണേലും നമുക്ക് ചൂടും നല്ല വെയിലാണ് നമ്മുടെ മുന്തിരിക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു ചുവടിന്, നമ്മുടെ മുന്തിരിയുടെ ചുവടിന് തണുവ് വേണം. മുന്തിരിയുടെ മുകളിൽ അതിൻ്റെ ഇലകളിലും തണ്ടിലും ഒക്കെ നല്ല വെയിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നത്. ഇതിനകത്ത് മഴ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് നമുക്ക് കുറേ പൂക്കളൊക്കെ നഷ്ടം വരും. അതുകൊണ്ട് നല്ല വെയിലുള്ള സമയം നോക്കി പ്രൂൺ ചെയ്താലും നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും.
ഇപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കായ്കളെല്ലാം പഴുത്തു വരികയാണ്. ഇതൊരു ഒരാഴ്ച കൂടെ, ഒരു 3-4 ദിവസം കൂടെ കിടക്കുമ്പോഴേക്കും ഇത് ബാക്കിയുള്ളത് കൂടെ പഴുത്തു വരും. അതുകൊണ്ട് ഞാനിത് പറിക്കുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് കായ്കൾ കൂടെ പഴുക്കാനുണ്ട്. അതിപ്പോൾ നമ്മളൊരു 3-5 ദിവസം കൂടെ ഇട്ടേക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് പഴുത്ത് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കിത് തൽക്കാലം ഇപ്പോൾ പറിക്കണ്ട. ഇപ്പോൾ ഇത് ഒരു ചെറിയ കുലയാണ്, എങ്കിലും ഇതിനകത്ത് അത്യാവശ്യം എല്ലാം പഴുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞു കല്ലയാണ് ഇതിനകത്ത്, എന്നാലും എല്ലാം തന്നെ അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേറൊരു കുല കൂടെ ഉണ്ട്. നമുക്കിത് കാരണം ഇത് ഇന്നത്തെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ കാക്കയും കുത്തും, മഴ വന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ കട്ട് ചെയ്ത് ഇനി നമുക്ക് കുലകൾ ഇവിടെ ഉണ്ട്. ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറേശ്ശെയാണ്. കണ്ടോ, ഇതൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. അതിനകത്ത് ഓരോന്നൊക്കെയാണ് പഴുത്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതിനകത്തും ഇതുപോലെ തന്നെ ഇത് നമ്മൾ പറിക്കുന്നില്ല. ഇവിടെ വേറൊരു കുലയുണ്ട്. അത് ഒത്തിരി അന്നങ്ങോട്ട് വലുതായിട്ടില്ല, എങ്കിലും അത് ഇനി അത് നിന്ന് കഴിഞ്ഞാൽ മഴയത്ത് അത് കുതിർന്ന് പോകും, അത് അടർന്ന് പോകും. അതുകൊണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. അത് ഈ ഒരു കുല കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തേക്കാം. അത് അധികം മുഴുത്തതൊന്നുമല്ല, അതുകൂടെ നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ അത്യാവശ്യം നമുക്ക് കുറച്ച് കുലകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത്. കണ്ടോ, ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിക്കുലകളെല്ലാം നമ്മൾ പറിച്ചു കഴിഞ്ഞു. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് യാതൊരു വിഷവും നമുക്ക് തളിക്കാത്ത മുന്തിരികൾ നമുക്ക് മനസ്സുറച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വീട്ടുകാർക്കും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് 1-2 മുന്തിരിയുടെ വള്ളികൾ വാങ്ങിച്ച് ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് മുന്തിരി വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ യാതൊരു 100-200 രൂപയൊന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 30-40 രൂപ കൊടുത്താൽ നഴ്സറികളിൽ നിന്ന് നമുക്ക് വിവിധ ഇനങ്ങളിലുള്ള മുന്തിരി ചെടികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരു മുന്തിരി ചെടി നടാനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങിയാൽ അടുത്ത വർഷമാകുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു കുലയെങ്കിലും നമുക്കതിൽ നിന്ന് പറിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു 1-2 വള്ളി ചെടിയെങ്കിലും വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഒന്ന് പിടിപ്പിക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുഞ്ഞു കായ്കളാണെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, എല്ലാവർക്കും ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.